എങ്ങനെയുണ്ട് മോനെ ചേച്ചിക്കിപ്പോ? അതിപ്പോ മാറി വരുന്നു. മോനിരിക്കെ. എല്ലാം ശരിയായിക്കോളൂന്നേ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇവിടുത്തെ കാര്യം കഷ്ടം. എത്ര ദിവസമായി പാർവതിയെ കാണാതായിട്ട്? എവിടെയുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഞാൻ SP ഒന്നുകൂടി കാണാച്ചാ. അമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാം. ഒരു സ്പെഷ്യൽ ടീം അതിനുവേണ്ടി രൂപീകരിച്ച ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കും. അന്ന് പ്രേമേച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ടീം രംഗത്തിറങ്ങാൻ പോകുന്നു കേട്ടപ്പോഴാ ചേച്ചി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ തന്ത്രം വീണ്ടും പ്രയോഗിക്കണം. പാർവതിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി കാണുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് അസുഖങ്ങളുള്ളതാ. കൃത്യമായിട്ട് മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ അതൊക്കെ കൂടും. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. ഒരു കുഴപ്പമില്ലാതെ അമ്മ തിരിച്ചു വരും. എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. അപ്പോഴും പാർവതിയുടെ മുഖം മനസ്സിൽ വരും. അവന്റെ കസ്റ്റഡിയിലാണല്ലോ പാർവതി ഉള്ളത്. അവനെന്തെങ്കിലും പറ്റിയ എന്റെ പാർവതിയെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ച ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത്. പുറമേക്ക് വിഷമമൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുക. സ്വന്തം ഭാര്യയെ കാണാതായിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട് അതനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. അച്ഛൻ വിഷമിക്കാതിരിക്കുക. എല്ലാം ശരിയാവും. നിങ്ങൾ വന്നിറങ്ങുന്നത് കണ്ടിരുന്നു. അതാ ചായ എടുത്ത. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അതെന്താ ഇവിടെ നിന്നൊന്നും കഴിക്കില്ലേ? ഏയ്, അതുകൊണ്ടല്ല. വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. ഏതായാലും എടുത്ത സ്ഥിതിക്ക് തന്നേക്ക്. മുത്തശ്ശിക്കിപ്പോ എങ്ങനെയുണ്ട്? പരമാനന്ദ സുഖമല്ലേ അല്ലേ അമ്മേ? കളിയാക്കണ്ടടാ. അങ്ങനെ തോന്നിയോ? എന്റെയൊക്കെ പ്രായം എത്തുമ്പോ നീ ഇതിനേക്കോളം മോശമായിരിക്കും. അയ്യോ, പിന്നെ പറയുന്നത് കൊണ്ട് മോനൊന്നും തോന്നരുത്. ഇവക്ക് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കണോ? മോനെ, നല്ല കുട്ടിയല്ലേ ചന്ദ്ര. എന്തിനാ അവളെ വേണ്ടെന്ന് വെക്കുന്നത്? അങ്ങനെ ചെയ്യാതിരിക്കുന്നതാ മോനെ നല്ലത്. ഇവള് മോന്റെ ഭാര്യയായിട്ട് വന്ന മോന്റെ ജീവിതം അതോടെ നശിച്ചു പോകും. അതെ, അമ്മ ദേവികയുടെ ചെലവില 3 നേരം അരിയാഹാരം കഴിക്കുന്നത്. എന്നിട്ട് പറയുന്ന കേട്ടില്ല. സാരല്ല അച്ഛാ, മുത്തശ്ശി പറഞ്ഞോട്ടെ. ഇപ്പൊ എന്റെ കണ്ണീര് കാണണം, അത്രയല്ലേ ഉള്ളൂ മുത്തശ്ശിക്ക്. ഇത് കേട്ടാലൊന്നും ഞാൻ സങ്കടപ്പെടാൻ പോകുന്നില്ല മുത്തശ്ശി. പിന്നെ എന്റെ സുധിയേട്ടനേക്കാളും വലുതല്ല എനിക്കൊന്നും. അമ്മ ഇങ്ങനെ പല വണ്ടത്തരങ്ങളും പറഞ്ഞോണ്ടിരിക്കും. മോളൊന്നും കാര്യമാക്കും. എന്റെ ദൈവമേ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഈ കൊല്ലം ഈ വീട്ടിൽ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഉണ്ടായത്? അതൊക്കെ ദേവിക മോള് കാരണമാണ് അല്ലല്ലോ. അതിന്റെ കാരണക്കാരെ അമ്മയും പാർവതിയും. ശരത്തിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞത് അമ്മ കേട്ടോ? ഞാൻ പറഞ്ഞത് അന്ന് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മോളെങ്കിലും ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടായത്. അന്ന് ഈ വീട്ടിൽ ശരത്തിനെ പിടിച്ചു നിർത്തി ആരാ? അമ്മയും പാർവതിയല്ലേ? ആണോ? അതിന്റെ ഈ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം അല്ലാതെ ദേവിമോള് കാരണമൊന്നുമല്ല. അച്ഛാ പോട്ടെ, വിട്ടുകളാ. ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് ഉടനെ നടക്കും. അത് കഴിഞ്ഞാലുടൻ കല്യാണത്തിലേക്ക് പോകണമെന്ന് എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ വഴി അറിയിക്കാം.
വരട്ടെ മുത്തശ്ശി, കാണാം. ഓ ശരി അച്ഛാ. ശരി. ഞാനിപ്പോ വരാം അച്ഛാ. എന്നാ പിന്നെ ശരി. ശരി. ആ, ഇതാണല്ലേ പ്രിയ വാങ്ങിയ വണ്ടി? ആ അതെ. ആ, നല്ല വണ്ടിയാണോ? അതെ. അച്ഛനെ ഓടിച്ചിട്ട് പറയാൻ നല്ല സുഖാന്ന്. അതെയോ? സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നോ? ആ, പ്രിയേ, നല്ലതാ. വഴക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാറിനുള്ളിൽ ഇരുന്നപ്പോ എന്താണെന്നറിയില്ല, ഞാൻ നിത്യയെപ്പറ്റി ഓർത്തുപോയി. ആ കേസ് ഇതുവരെ എങ്ങും എത്തിയില്ലല്ലോ. ഇല്ല. അന്വേഷണം തൃപ്തികരമല്ലെന്നും പറഞ്ഞ് നമുക്ക് ഹൈക്കോടതിയെ സമീപിച്ചാലോ? CBI അന്വേഷണം ആവശ്യപ്പെടാം. മോൻ എന്ത് ചെയ്താലും വേണം, കുറ്റം ചെയ്തവനാരായാലും പുറത്തു വരണം. ഇനി ഒരു പെൺകുട്ടിക്കും എൻ്റെ മോടെ ഗതി ഉണ്ടാവില്ല. കുറ്റം ചെയ്താരാന്നൊക്കെ നമുക്കറിയാലോ അച്ഛാ. അവനെ പോലീസിനും കോടതിക്കും വിട്ടുകൊടുക്കണോ അതോ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമല്ലേ ഇനി തീരുമാനിക്കാനുള്ളൂ?